പള്ളിയിലെ പള്ളിമൂലം ഇതാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസാണ് കേട്ടോ നടക്കുന്നത്. 24-ാം രാവാണ് കേട്ടോ നമ്മുടെ പള്ളിമൂലം ഇത്. അപ്പം അതിന് നമ്മൾ ആദ്യം ഉള്ളിയൊക്കെ തൊലിക്കാനായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ടാണ് ഉള്ളിയൊക്കെ തൊലിക്കുന്നത്. അതിനുശേഷം നമ്മൾ അരിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സി ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും. ഉള്ളി അരിയുന്ന കാര്യം ഭയങ്കര സിമ്പിളായിരുന്നു. എത്ര നാളാടെ മിക്സി വാങ്ങിച്ചിട്ട്? 1 വർഷം. സുഖ പരിപാടി ഇല്ലേ? സുഖപരിപാടി. ഒരു ഉള്ളിയൊക്കെ എടുത്ത് അരിഞ്ഞാൽ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. നമ്മൾ കൈകൊണ്ട് അരിയുന്നതിനേക്കാളും തോന്നെ കിട്ടും. ഒരുപാടുണ്ട് അല്ലേ. പിന്നെ ജോലി ഈസി. നമുക്ക് ചോറും ബീഫ് കറിയും വെക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും വെളുപ്പിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പരിപാടികളൊക്കെ നടക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം ബീഫിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർക്കാണ് കേട്ടോ. തൊട്ടേ ചോറിന് ഇനി നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ പൊടിച്ചെടുക്കാൻ കേട്ടോ. മസാലയും അതുപോലെ കുരുമുളക് പൊടിയും പിന്നെ ജീരകപ്പൊടിയും എല്ലാം പൊടിച്ച് വയ്ക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങളുടെ മിക്സിയുടെ പരസ്യമായി പോവലോടെ മൊത്തത്തിൽ. ഇതാണ് രമ്പേല. ബിരിയാണിക്ക് ചേർക്കുന്നത് നമ്മുടെ തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സംഭവം പെരുംജീരകമാണ്. നമ്മളൊക്കെ നെയ്ക്കകത്തൊക്കെ മൂപ്പിച്ചിട്ടൊക്കെ അല്ലേ ഇടുന്നത്? കണ്ടാ ഇതൊക്കെ സിമ്പിളല്ലേ പരിപാടി. നമ്മൾ സാധാരണ ചോറിന് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നെയ്ക്കകത്ത് മൂപ്പിച്ചിട്ടൊക്കെയല്ലേ ഇടുന്നത്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല കേട്ടോ. ക്യാരറ്റും പൈനാപ്പിളും മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ കുറച്ച് മഞ്ഞൾപ്പൊടിക്കകത്ത് മിക്സ് ആക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ബീഫ് കറി വെക്കുന്ന സമയത്ത് കുറച്ച് മട്ടൻ മസാല ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ ലെവലിൽ മണമായിരിക്കും എന്നാണ് കേട്ടോ നമ്മുടെയൊക്കെ പറഞ്ഞു തരുന്നത്. $10 കിലോയ്ക്ക് 300 ഗ്രാം. 50 ഗ്രാം. അതിൻ്റെ പകുതി മേളിൽ മൊത്തം 50 ഗ്രാം വേണം. അണ്ടിപ്പരിപ്പ് അരച്ചല്ലേ? കിലോ ഒഴിച്ചിട്ടുണ്ട്. മുളക് പൊടി ഇടത്തില്ലേ? മുളക് പൊടി ഇടുമ്പോഴേ ചോറിൻ്റെ അടിഭാഗത്തിലേക്ക് ഇറച്ചി വെച്ചു. അപ്പോൾ ആട്ടിറച്ചി കറിയൊക്കെ സമൂസയ്ക്ക് ഉള്ളി ചിക്കൻ. അത് നമുക്ക് പള്ളിയിൽ കൊടുക്കാനായിട്ട് സമൂസയും അതുപോലെ തന്നെ ഏത്തക്കാപ്പവും ഒക്കെ വേണം. അപ്പോൾ കുഞ്ഞാണ് കേട്ടോ നമ്മുടെ സമൂസയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചിക്കന് അത് പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണ്. സമൂസയൊക്കെ കുഞ്ഞ് പൊരിക്കുമ്പോഴത്തേക്കും ഉമ്മിച്ച ഏത്തക്കാപ്പവും പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടി സമൂസയും ഏത്തക്കാപ്പൊക്കെ പൊരിക്കുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ ഇനി നമ്മൾ ചോറും കറിയും ഒക്കെ പാക്ക് ചെയ്തിട്ട് പള്ളിയിലേക്ക് കൊടുത്ത് വിടാണ് കേട്ടോ. അങ്ങനെ ചോറെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ പിന്നെ കുടിക്കാനായിട്ട് വെള്ളമുണ്ട്. പിന്നെ അതുപോലെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റും എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നോമ്പ് തുറക്കാനായിട്ടുള്ള ഫ്രൂട്ട്സും അതുപോലെ ഈ പൊരിപ്പ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് പള്ളിയിലേക്ക് കൊണ്ട് കൊടുക്കാൻ കേട്ടോ ആദ്യം. പിന്നീട് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ ചോറ് കൊണ്ട് കൊടുക്കുന്നത്.